ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു 2 വർഷത്തിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനും ഹസ്ബൻഡും കൂടെ കല്യാണത്തിന് ശേഷം രണ്ടാമത്തെ തവണ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുന്നു കേട്ടോ. മൂന്നാർ തന്നെ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. ഈ ഒരു പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് നമ്മുടെ മൂന്നാറിൻ്റെ എൻട്രിയാണ് കേട്ടോ. ഈ ഒരു ഭാഗം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, എൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചോളമൊക്കെ കിട്ടുന്നൊരു ഭാഗമാണ്. എന്താ ചോളം പുഴുങ്ങിയതും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം സ്റ്റേ ചെയ്ത് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി കാണുന്നതിൻ്റെ ഓപ്പോസിറ്റാണുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങളെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത് 2020. അതിന് ശേഷം പിന്നെ ഞങ്ങൾ 2024 ഇവിടെ ഞങ്ങൾ 2 പേരും മാത്രമായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിന്നക്കനാലിലെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അതിന് മുന്നേ വെളുപ്പിനെയാണ് നമ്മൾ ഇറങ്ങിയിരുന്നത്. അപ്പം ചിന്നക്കനാലിലെ ലേക്ക് സോൺ ഹോളിഡേ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടെന്ന് പറയുന്നത്. ഞാൻ അന്ന് സ്റ്റേ ചെയ്ത നൈറ്റിലെ ഒരു വീഡിയോ കൂടെ കാണിക്കാം, അപ്പം ഫുള്ള് നിങ്ങൾക്കൊന്ന് മനസ്സിലാകും. ഇത് നമ്മുടെ ഒരു ഗാർഡനാണ് കേട്ടോ. ആ കാണുന്നത് നമുക്ക് നൈറ്റൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഞാൻ വലിയ ഇതായിട്ടൊന്നും റൂം എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഞാൻ ട്രാവൽ വ്ലോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല കേട്ടോ. വെറുതെ അന്ന് ഇതിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. ചുമ്മാ കാണാമല്ലോ എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ പുറത്തെ ഒരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ചെന്ന സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണെന്നുള്ളത്. എന്തായാലും നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയതാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരൊക്കെ താമസിച്ചാണ് എത്തിയത്. എനിക്ക് തോന്നുന്നു ഒരു 2 മണിയൊക്കെ ആയി കാണും. ഇവിടെ പോയവർക്കൊക്കെ അറിയാമായിരിക്കും, എപ്പോഴും തണുപ്പുള്ള ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ നൈറ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ചിന്നക്കനാലിൽ ആന ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. ഞാൻ ഫസ്റ്റ് വന്ന ടൈമിൽ ആ ഒരു എൻട്രി ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഫുൾ റിസോർട്ടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എൻട്രി ഭാഗമാണ്. നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നൈറ്റ് ഞങ്ങൾ ഡിന്നർ ഇവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് തണുത്തു പോവും. അതായത് നമുക്ക് ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് തണുത്തു പോകുന്ന ആ ഒരു കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ ഫുഡും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഇതാണ് നമ്മുടെ വെളിയിലത്തെ ആ ഒരു ഗാർഡൻ. കുറച്ച് ഗാർഡനും ഒക്കെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെ ഒന്ന് പോയൊക്കെ ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെ, ഒരു 2 ഫാമിലിക്കൊക്കെ ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് പോയിരുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പിറ്റേ ഡേ നമ്മൾ അവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോയി കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇത് കേട്ടോ. അവിടെ ഞാൻ എവിടെ പോയാലും ചോളം കഴിക്കുന്ന എനിക്കൊരു മസ്റ്റാണ്. മൂന്നാർ വാഗമണ്ണൊക്കെ പോയാൽ കേട്ടോ. ആ ടൈമിൽ നമ്മളെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ആണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ പിറ്റേ ഡേ ചെക്കൗട്ടായി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു തോടൊക്കെ കണ്ടു കേട്ടോ. അന്നേരം നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ തോട്ടിലിറങ്ങിയ വീഡിയോ കാണുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാട്ടാനയും അങ്ങനെ ഒക്കെയുള്ളൊരു ശല്യമൊക്കെ ഉണ്ടല്ലോ. അന്നിതൊന്നും ഓർത്തിരുന്നേ ഇല്ല കേട്ടോ.
ഇന്നിപ്പോൾ ഓർക്കുമ്പോൾ പേടി വരികയാണ്. കാരണം മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ടും ഒക്കെ വരുന്നൊരു ടൈമായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ ചെക്കൗട്ട് കഴിഞ്ഞിറങ്ങിയത് ഒരു 11 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും വേനലായിട്ടുള്ളൊരു ടൈം തന്നെയാണ് ഞങ്ങൾ പോയതും. ഭാഗ്യത്തിന് അന്നൊന്നും പറ്റിയില്ല. ഇന്നിപ്പോൾ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ശല്യമൊക്കെ ആണല്ലോ കാട്ടാനകളും ഒക്കെ. അപ്പം നമ്മൾ ഇറങ്ങിയെടുത്ത് തൊട്ടിപ്പുറത്തായിട്ട് ഏലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഏലം നോക്കാനായിട്ടും അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പോകുന്ന ഏരിയ ആണ്. പിന്നെ നമ്മൾ പോയത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ആനകൾ വന്ന് കുളിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ആനകൾ വന്ന് കുളിക്കാനായിട്ട് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.